ഇപ്പോൾ രാവിലെ 4 മണി. ഞാൻ ഈ റെഡിയായ റെയിൻകോട്ടൊക്കെ ഇട്ട് എവിടെ പോണേന്ന് വെച്ചാൽ കൊല്ലം അമ്പനാട് ടി എസ്റ്റേറ്റിലേക്കാണ് പോണത്. വാപ്പാടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വീട്ടിന്റെ കുറ്റി വാപ്പ എണീക്കാതിരിക്കാൻ വേണ്ടി പയ്യെടുന്ന കൂട്ടുകാരനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ സ്ഥലത്ത് നിന്ന് അമ്പനാട് ടി എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി 77 കിലോമീറ്റർ ആണുള്ളത്. പോകുന്ന വഴിക്ക് എവിടെയും കിടക്കാതിരിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റി 300 രൂപയുടെ എണ്ണയും കൂടെ കാച്ചി. പിന്നെ ബൈക്ക് സ്പ്ലെൻഡർ ആയതുകൊണ്ട് അത് ധാരാളം. വഴിക്ക് ചെറിയൊരു തട്ടുകട കണ്ടപ്പോൾ ഞാനൊരു ചായയും അവനൊരു കട്ടൻ ചായയും കുടിച്ചു. ഞങ്ങൾ കുണ്ടും കുഴിയുള്ള റോഡുകളും കടന്ന് അതിമനോഹരമായുള്ള റോഡുകളും കടന്ന് നമ്മുടെ അമ്പനാട് ടി എസ്റ്റേറ്റിലെത്തി. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു. വിശപ്പ് വന്നപ്പോൾ അവിടെ ഒരു പഴയ ഹോട്ടലിൽ കയറി അവിടെയുള്ള മൂപ്പന്മാരോട്ടിരുന്ന് 2 ദോശ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അയക്കടയിൽ അവിടുത്തെ വലിയ ഏതൊരു മൂപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അയക്കടയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു. അമ്പനാട് ടി എസ്റ്റേറ്റിൽ നമുക്ക് ഒരു പൊതുവിതരണ കേന്ദ്രവും നമുക്ക് കാണാം. എസ്റ്റേറ്റിലോട്ട് കയറാൻ നേരത്ത് 100 രൂപയുടെ 2 ടിക്കറ്റും എടുത്ത് ഞങ്ങൾ കയറിയപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ച് ഒരു ഒറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ, കേട്ടോ. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയും മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാര്യം. ഓരോ യാത്രയും മനോഹരമാക്കുന്ന നമ്മുടെ റൂട്ട് വയ്ക്കാൻ കണ്ടുമുട്ടുന്ന ആൾക്കാരും പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന നമ്മളെ വൈബിനൊത്ത കമ്പനിക്കാരുമാണ്. മഴക്കാലത്ത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് തന്നെയാണ് കൊല്ലം അമ്പനാട് ടി എസ്റ്റേറ്റ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇൻഷാല്ലാ ബാക്കി പിന്നെ ബൈ ഫ്രം ആഷി.